Hello guys, welcome back. എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മുടെ കയ്യിലുള്ളത് Samsung Galaxy M31 ആണ്. ഇതിന്റെ 6GB RAM ഉം 128GB ഇന്റർണൽ സ്റ്റോറേജും ഉള്ള ഒരു വേരിയന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിക്കാം. പക്ഷേ ആമസോണിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 17,500 നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഫ്ലിപ്കാർട്ടിൽ കമ്പയറിംഗ് ടു ആമസോൺ പ്രൈസ് ഒരു അല്പം ഹൈ ആണ്. നമുക്ക് കൂടുതൽ സംസാരിച്ച് നിൽക്കാതെ ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാം. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. മുൻവശത്തായിട്ട് M സീരീസ് ഫോണുകളെല്ലാം വരുന്നത് ഈ ഒരു ഡിസൈനിലാണ്. സാംസങ്ങിൻ്റെ ഒരു ഡിസൈൻ കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്നും കാണാനായിട്ടില്ല. മറ്റേ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാംസങ് ഗാലക്സി M31 എഴുതിയിരിക്കുന്നത് കാണാം. 6GB RAM ഉം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള വേരിയൻ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്. ഫസ്റ്റ് യൂസേജ് വിത്ത് ഇന്ത്യൻ സിം കാർഡ് ഉള്ളി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഒന്നുമില്ല, വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള പാക്കിംഗ് ആണ് സാംസങ് ഈ ഒരു ഫോണിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് പ്രൈസും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. 19,999 ആണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഇത് നമുക്ക് ആമസോണിൽ 17,500 ഒരു ലിമിറ്റഡ് ടൈം ഓഫറായിട്ട് കിട്ടും. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ പ്രൈസ് അല്പം കൂടി ഹൈ ആണ്. അപ്പോൾ കമ്പയറിംഗ് ടു ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം. ആമസോൺ ലിങ്കാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ ഈ ഒരു ഫോണ് ക്വിക്കായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഫോൺ പുറത്തെടുക്കാം. ഫോണ് കവറിംഗ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ഓപ്പൺ ആക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സീല് മാത്രം ഓപ്പൺ ആക്കിയാൽ മതി. ഫോണിൻ്റെ കീ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 6GB RAM ഉം അതേപോലെ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള ഒരു വേരിയൻ്റ് ആണ് ഇത്. ഇത് അപ് ടു 512GB വരെ നമുക്കിതിൻ്റെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ചാണ്. ഫുൾ HD അമോൾ ഡിസ്പ്ലേ ആണ് സാംസങ്ങിൻ്റെ. അപ്പോൾ നമ്മുടെ ഡിവൈസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്പേസ് ബ്ലാക്ക് വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോണ് അവരൊരു കവറിങ്ങോട് കൂടിയാണ് തരുന്നത്. കാരണം ഇതിൽ ഡിസ്പ്ലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ കവർ ഇൻക്ലൂഡ് ആയിട്ടില്ല. അപ്പോൾ സാധാരണ എല്ലാ ഫോണുകളിലും അത് ഇൻക്ലൂഡ് ആവാറുണ്ട്. പക്ഷേ സാംസങ് ഇപ്പോഴും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കവർ റിമൂവ് ചെയ്തിട്ട് റഫായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ സ്ക്രാച്ചൊക്കെ വീഴും. അപ്പോൾ ഫോണിൻ്റെ ഓവറോൾ ലുക്ക് ഇതാണ്. ഫസ്റ്റ് കിട്ടുന്ന ഒരു ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് ഡിവൈസ് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ബോക്സിൽ നമുക്ക് ചാർജറാണ്. 9 വോൾട്ട് 2 ആംപിയർ ആണ് ഇതിൻ്റെ ഒരു ചാർജർ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്വിക്കായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഫോൺ ഒരു ഫുള്ളി ചാർജ്ഡ് ആവാൻ ഒരു 2 to 2.5 hours എന്തായാലും സമയം വേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. പിന്നെ നമുക്ക് ഈ ബോക്സിലുള്ളത് USB കേബിളാണ്. Type-C കേബിളാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൽ കിട്ടുന്നത്. ഇതിൽ കേസൊന്നും അവർ തന്നിട്ടില്ല. നമുക്ക് ട്രാവൽ അഡാപ്റ്റർ ഉണ്ട്, പിന്നെ Type-C കേബിൾ ഉണ്ട്, പിന്നെ വരുന്നത് ഈ ഒരു ഡിവൈസിങ് മാത്രമാണ്. ഇതിൽ പ്രൊട്ടക്ഷൻ കവർ വന്നിട്ടില്ല ഫ്രണ്ടിൽ. അങ്ങനെ നമുക്ക് നമ്മുടെ ഡിവൈസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് Android 10 ഇത് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ Exynos 9 Octa 9611 പ്രോസസ്സറിലാണ് ഈ ഫോണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ അതാണ്. ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുമ്പം 6.4 ഇഞ്ചസ് ആണ്. അത്യാവശ്യം നല്ല വലിയ ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. 2340x1080 പിക്സലാണ് വരുന്നത്. ഫുൾ HD+ ആണ്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മളിതിൻ്റെ കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ റിയർ സൈഡ് വരുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ആണ്. ഇത് ഗ്ലാസും മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഇതൊരു പ്ലാസ്റ്റിക് ഡിസൈനാണ്. പിന്നെ ഇവിടെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നോച്ച് ഡിസ്പ്ലേ ആണ്. U ഷേപ്പിൽ വരുന്ന നോച്ച് ഡിസ്പ്ലേ ആണ്. വലിയ സ്ക്രീൻ ആയതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല നമുക്ക് വീഡിയോസ് കാണുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഫസ്റ്റ് ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഈ വലതുവശത്തായിട്ട് നമുക്കിവിടെ വരുന്നത് വോളിയം കൺട്രോൾ ബട്ടൺ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ മറ്റൊരു പ്രധാന സവിശേഷത, ഈ ഫോണിന് വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, അതേപോലെ ആമസോൺ പ്രൈമിൽ അതേപോലെയുള്ള വീഡിയോസൊക്കെ നമുക്ക്
ഹൈ റെസൊല്യൂഷനിൽ കാണാനായിട്ട് സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഫോണിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 191 ഗ്രാം ആണ്. അധികം വലിയ ഹെവി ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യില്ല. അതിനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ഒരു റിയർ സൈഡ് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അത് നമ്മുടെ ഒരു വെയിറ്റ് റിഡക്ഷന് റീസൺ ആണ്. പിന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വലിയൊരു ബാറ്ററിയാണ്. അതായത് ഏകദേശം 6000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ബാറ്ററി പവറോട് കൂടിയാണ് ഈ ഡിവൈസ് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് നല്ല ഹെവി ആയിട്ട് ഈ ഫോൺ ഒരിക്കലും ഫീൽ ചെയ്യില്ല. നമ്മളിത് ഹാൻഡിൽ പിടിക്കുമ്പം തന്നെ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫോണിൻ്റെ ഈ വശത്തായിട്ട് നമുക്ക് Type-C പോർട്ട് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. നമുക്ക് ഹെഡ്ഫോൺസൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് മ്യൂസിക്കൊക്കെ ശ്രവിക്കാനായിട്ട് സാധിക്കും. സിം കാർഡ് സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് നമുക്കിവിടെ സിം എജക്ടർ ടൂൾ ഉണ്ട്. അത് നമ്മൾ നേരത്തെ കാണിക്കാൻ മറന്നതാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ നമുക്ക് വരുന്നത് കേസും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കേസില്ല. ഇതിൽ നമുക്ക് വരുന്നത് കുറച്ചൊരു പേപ്പർ വർക്ക്സ് മാത്രമാണ്. കേസ് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ സിം കാർഡ് എജക്ടർ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ സിം കാർഡ് സ്ലോട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് 2 നാനോ സിം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് 256 GB വരെ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിം ട്രേ. ഇതാണ് 2 നാനോ സിം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു SD കാർഡ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. സാംസങ് M31 വന്നിട്ടുള്ളത് 64 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇതിലെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് എടുക്കുന്നതിനായിട്ട് 8 മെഗാപിക്സലിൻ്റെ മറ്റൊരു ക്യാമറ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് 5 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയുണ്ട്. പിന്നെ ഡെപ്ത് സെൻസർ വരുന്നത് 5 മെഗാപിക്സൽ തന്നെയാണ്. ഓവറോൾ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത് ഒരു മികച്ച ക്യാമറ സിസ്റ്റം തന്നെയാണ്. സോ നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു ക്യാമറ നമ്മെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ക്യാമറയിൽ നിന്നുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് കാണാം. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സെക്കൻഡറി ക്യാമറയിലാണ്. 32 മെഗാപിക്സലാണ് ഇതിൻ്റെ സെക്കൻഡറി ക്യാമറ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫുട്ടേജിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഒരു ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി. അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉള്ള സമയമാണ്, ഈവനിങ് ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൻ്റെ റിയർ ക്യാമറ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമറയിലെ 4K ഫുട്ടേജാണ്. 4K റെസൊല്യൂഷനിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. വീഡിയോഗ്രാഫിക്ക് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 4K റെസൊല്യൂഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ ഇങ്ങനെയായിരിക്കും. ഞാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ തന്നെയാണ്. കുറച്ചൊരു ഷേക്ക് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും. ഇനി നമുക്ക് റെസൊല്യൂഷൻ കുറച്ചുകൊണ്ട് നമുക്ക് 1080 പിക്സലിൽ മറ്റൊരു വീഡിയോ കൂടെ എടുത്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസൊല്യൂഷൻ അല്പം കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1080 പിക്സലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിഫറൻസ്, അതായത് സ്റ്റെബിലൈസേഷൻ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 തരത്തിലുള്ള ഫുട്ടേജ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ക്വാഡ് ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. 64 മെഗാപിക്സലാണ് ഇതിൻ്റെ പ്രൈമറി ക്യാമറ. പിന്നെ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ മറ്റൊരു ക്യാമറ കിട്ടുന്നുണ്ട്. അതേപോലെ 5 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. ക്വാഡ് ക്യാമറ സിസ്റ്റമാണ്. നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഒരു ഫുട്ടേജ് ഒന്ന് സൂം ഇന്നും സൂം ഔട്ടൊക്കെ ചെയ്ത് നോക്കാം. നമ്മളൊന്ന് സൂം ചെയ്യാണ്. സൂം ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈ ഒരു ക്യാമറയുടെ പെർഫോമൻസ്. ഇതാണ് നമ്മൾ ഫുള്ളി സൂം ചെയ്തിട്ടില്ല. ഫുള്ളി നമ്മൾ സൂം ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി. പ്രധാനമായിട്ടും സാംസങ് ഫോണുകൾ ആളുകൾ ഇഷ്ടപ്പെടുന്നതിനുള്ള കാരണം ഇതിൻ്റെ ഒരു സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതാണ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ബാറ്ററി ചാർജ് കിട്ടും. അപ്പോൾ ഗൈസ്, ഈ ഒരു ഫോണിൻ്റെ ഒരുപാട് സ്പെസിഫിക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഫേസ് അൺലോക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നോക്കാം. നമുക്ക് എത്രത്തോളം ക്വിക്കായിട്ട് നമ്മുടെ ഫേസ് വെച്ചിട്ട് ഇത് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഫേസ് അൺലോക്ക് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഇപ്പം ലോക്കാണുള്ളത്.
അപ്പോൾ ക്യാമറ കുറച്ചൊരു ബഫറിംഗ് ആണ്. മാത്രമല്ല ഞാനിപ്പോൾ ആ ഒരു പുറകിലോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു എന്താ പറയുക ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഒരു ഫാസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 2 to 3 സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം ഒരു ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ കുറച്ചൊരു എന്താ പറയുക ഒരു ബഫർ ചെയ്യുന്ന പോലെ നമുക്ക് കാണാം. അപ്പോൾ ചെറിയൊരു സ്ട്രഗിൾ ഉണ്ട് നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട്. അതൊരു മേ ബി ഒരു ലൈറ്റിംഗ് ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ വളരെ ക്വിക്കായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഡിവൈസ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ വളരെ ക്വിക്കായിട്ട് കിട്ടി. അപ്പോൾ ചെറിയൊരു ലാഗ് ഇതിൻ്റെ എന്താ പറയുക ഫേസ് അൺലോക്ക് സിസ്റ്റത്തിനുണ്ട്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് വളരെ ക്വിക്കാണ്. അതേസമയം ഇതിൻ്റെ ഫേസ് അൺലോക്ക് കുറച്ച് ഒരു 2 to 3 സെക്കൻഡ് ലാഗ് ഉണ്ട്. ആ ഒരു ഇഷ്യൂ മാത്രമാണ് ഫേസ് അൺലോക്കിന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സാംസങ് M31ൻ്റെ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.